പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇസ്രായേൽ എന്ന അധിനിവേശ ശക്തിയുടെ അഹങ്കാരം തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിനു മുന്നിൽ അജയ്യമായ സൈനിക ശക്തി എന്ന് വീമ്പ് പറഞ്ഞിരുന്ന നെതന്യാഹു ഭരണകൂടം ഇന്ന് പ്രാണനു വേണ്ടി പലായനം ചെയ്യുകയാണ്. സ്വന്തം മണ്ണിലിരുന്ന് ഒരു ഡ്രോൺ പോലും നിർമ്മിക്കാൻ ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് ഇസ്രായേൽ തരം താണിരിക്കുന്നു. ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രഹരശേഷിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഇസ്രായേൽ ഇപ്പോൾ സുരക്ഷിതമായ ഒരിടം തേടി സെർബിയയിലേക്ക് തന്റെ സൈനിക താവളങ്ങൾ മാറ്റുകയാണ്. ഇത് വെറും ഒരു കച്ചവട നീക്കമല്ല, മറിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പ്രതികാര നടപടികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ഭീരുവിന്റെ ഒളിച്ചോട്ടമാണ്. ഇസ്രായേൽ ഇത്ര പെട്ടെന്ന് സെർബിയയിലേക്ക് ചേക്കേറാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ഡ്രോൺ പടയ്ക്ക് ഏറ്റ പ്രഹരം അത്രമേൽ വലുതായിരുന്നു. തങ്ങളുടെ ഏറ്റവും വലിയ അഹങ്കാരമായി ഇസ്രായേൽ കൊണ്ടു നടന്നിരുന്ന ഹെർമിസ് 900 ഡ്രോണുകളുടെ 80% ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞു കഴിഞ്ഞു. ആധുനിക റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയില്ല എന്ന് ഇസ്രായേൽ അഹങ്കരിച്ച ഡ്രോണുകളെ ഇറാൻ വെറും ലക്ഷ്യങ്ങളാക്കി മാറ്റി ആകാശത്ത് വെച്ച് തന്നെ ചാരമാക്കി. ഈ തന്ത്രപരമായ പരാജയമാണ് സ്വന്തം താവളങ്ങൾ വിട്ട് യൂറോപ്പിൽ അഭയം തേടാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത്. ഇനി സുരക്ഷിതമായ ഒരിടം സ്വന്തം മണ്ണിലില്ല എന്ന തിരിച്ചറിവ് വൈകിയാണെങ്കിലും നെതന്യാഹുവിന് വന്നിരിക്കുകയാണ്. ഗാസയിൽ വംശഹത്യ നടത്തി ലാഭം കൊയ്യുന്ന കുപ്രസിദ്ധ ആയുധ നിർമ്മാതാക്കളായ എൽബിറ്റ് സിസ്റ്റംസ് ബെർഗ്രേഡിന് സമീപം തങ്ങളുടെ പുതിയ ഫാക്ടറി തുടങ്ങുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സൂചന വ്യക്തമാണ്. ഇസ്രായേലിന്റെ പ്രതിരോധത്തിന്റെ ഉരുക്കുകോട്ടകൾ തകർന്നിരിക്കുന്നു. ഇനി ആശ്രയം വിദേശ മണ്ണിലെ നിഗൂഢ താവളങ്ങൾ മാത്രം. 2026 മാർച്ചിൽ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക് നടത്തിയ പ്രഖ്യാപനം സത്യത്തിൽ ഈ ആഗോള ഭയത്തിന്റെ പരസ്യമായ കുറ്റസമ്മതമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ ഡ്രോണുകൾ സെർബിയൻ ഉടൻ ഒരു ഫാക്ടറി തുറക്കും എന്ന വെളിപ്പെടുത്തൽ ഇസ്രായേലിന്റെ സൈനിക ഉൽപാദന ശൃംഖല അധിനിവേശ മണ്ണിൽ നിന്നും പലായനം ചെയ്യുന്നതിന്റെ വ്യക്തമായ തെളിവാണ്. അമേരിക്കയുടെ നിശബ്ദ പിന്തുണയോടെ നടക്കുന്ന ഈ നീക്കം സത്യത്തിൽ വാഷിംഗ്ടണിന്റെ കൂടി പരാജയമായി വിളിച്ചോതുകയാണ്. ഇറാന്റെ സൈനിക കരുത്തിൽ അമേരിക്കയ്ക്ക് പോലും ഭയമുണ്ടെന്നും നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തുനിയാതെ തങ്ങളുടെ സഖ്യകക്ഷികളെ വിദേശ മണ്ണിൽ ഒളിഞ്ഞിരുന്ന് ആയുധം നിർമ്മിക്കാൻ അവർ സഹായിക്കുകയാണ് എന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സ്വന്തം അതിർത്തിക്കുള്ളിൽ ആയുധം നിർമ്മിക്കാൻ ധൈര്യമില്ലാത്ത ഒരു ഭരണകൂടമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഈ സെർബിയൻ കരാർ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത്. ഇറാന്റെ കണ്ണുകളിൽ നിന്ന് ഒളിച്ചോടി യൂറോപ്പിൽ അഭയം തേടാമെന്നാണ് ഇവർ കരുതുന്നത്. എന്നാൽ ഈ പുതിയ കരാറിലൂടെ സെർബിയൻ വലിയൊരു അപകടത്തിലേക്കാണ് ചുവട് വെക്കുന്നത്. ഇസ്രായേലിന്റെ സൈനിക താവളമായി മാറുന്നതോടെ ഭാവിയിലെ സംഘർഷങ്ങളിൽ സെർബിയയും ഒരു സൈനിക ലക്ഷ്യമായി മാറിയേക്കാം. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും സാധാരണക്കാർക്കും കുരുന്നുകൾക്കും മേൽ മരണം വിതയ്ക്കാൻ സഹായിക്കുന്ന എൽബിറ്റ് സിസ്റ്റംസ് ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു കുറ്റവാളിയാണ്. UN റിപ്പോർട്ടുകൾ പ്രകാരം വംശഹത്യയിൽ നിന്ന് ലാഭം കൊയ്യുന്ന കമ്പനികളുടെ പട്ടികയിൽ ഇവർ മുൻപന്തിയിലുണ്ട്. ഇവർക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്നതിലൂടെ സെർബിയൻ ഗവൺമെന്റ് അധിനിവേശത്തിന്റെ മറ്റൊരു മുഖമായി മാറുകയാണ്. ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ സെർബിയയിലേക്ക് മാറ്റാനുള്ള നീക്കം ഒരു കാര്യം അടിവരയിടുന്നുണ്ട്. അജയ്യമായ സൈനിക ശക്തി എന്ന ഇസ്രായേലിന്റെ അവകാശവാദം ഇറാനിയൻ മിസൈലുകൾക്ക് മുന്നിൽ തകർന്നിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധക്കളത്തിൽ ഇറാൻ പ്രകടിപ്പിക്കുന്ന പ്രഹരശേഷി ഇസ്രായേലിനെ മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയെ പോലും പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും.